പുഷ്പ കേറിയിരിക്കടാ. എന്നാ ഞാൻ സോമനാഥണ്ണം പറഞ്ഞിട്ട് വന്നു. എന്താടാ പുഷ്പ കാണിച്ച്? ഇതെന്റെ സ്റ്റൈലാണ്. എടാ മുരളി, നീ അവനെ എണീപ്പിക്ക്. അവൻ വീണാൻ സമ്മതിക്കില്ല. ശരിയാളിയാ. എന്താടാ മുരളി ബ്ലേഡില്? അത് ടേപ്പാളിയാ, സേഫ്റ്റി നോക്കണമല്ലോ. പറയാൻ എം എൽ എ സാർ. എന്താ എം എൽ എ സാറേ, ഒരു സ്റ്റെപ്പ് ഹാൻഡ്സിന്റെ കാര്യല്ലേ, കുറച്ച് നേരത്തെ വിളിക്കണ്ടേ? അത് ഞാൻ ഇപ്പോഴല്ലേ വെച്ച്. അണ്ണാ കളി അവനങ്ങ് തീർത്തേക്കടാ. അണ്ണാ ആൻസർ ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യം നീ ഹാൻഡ്സ് എന്ന് പറഞ്ഞ് മുക്കിപ്പോടെ തന്നെ ആൾക്കാരോട് ഞാൻ തുമ്മി നാണം കെട്ട്. ഈ ഹാൻഡ്സ് അവന് വെച്ചു കൊടുക്ക്. അണ്ണാ അത് വെക്കടാ. കേട്ടോ പുഷ്പ, ഒരു പാക്കറ്റ് ഹാൻഡ്സ് എടുത്താൻ അവൻ 30 രൂപ കൊടുക്കണമെന്ന്. നിങ്ങൾക്ക് എന്താ 2 ചെക്ക് പോസ്റ്റ് എടുത്താ പോരെ? അറിയാണ്ണ, ആ SI മണികണ്ഠന് തന്നെ 2 പെട്ടി ഹാൻഡ്സ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ആ ഹാൻഡ്സ് ഇങ്ങ് കടത്തി. കിടത്തിന്ന നിനക്ക് എന്ത് കാര്യമുണ്ടാ? അണ്ണൻ ലോഡിന് 20 വരണേ, പകരം 50. ലോഡ് അണ്ണന് തന്നെ 30 ചോദിച്ചാണ് ഇവനെ കൊന്നേ. നീ 50 ചോദിച്ചേ. അറിയാടവേ, ഇവൻ ലോഡ് ആർക്ക് കൊടുക്കുന്ന? ചെന്നൈ മുരുകൻ. എന്നാ അയാൾക്ക് തന്നെ കൊടുക്കാണ, ഇനി വേറെ ആളെ നോക്കണ എന്തി? എന്നാ വരട്ടെ അണ്ണാ. ഓ, ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? അണ്ണോ നല്ല സൂപ്പർ ഹാൻഡ്. എന്താ അളിയാ വെറുതെ വിട്ടെ? നീ എന്താടാ അവൻ പോയി കഴിഞ്ഞ അരമണിക്കൂറായി ചോദിക്കുന്നേ? ഞാൻ ഷോക്കായി പോയടിയാ. പിന്നെ ഞാനിവിടെ ജംഗിൾ റെമിഡ് അവളോടെ വിചാരിച്ച ഞാനും ഷോക്കായിടാം.